നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ട് ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അലീനയോട് മനു പറഞ്ഞു, അതെ നിനക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, നീ ഒരു കാര്യം ചെയ്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു. എന്തിനാ? അല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് വരാനാ? അതെ, ഒരു താലിച്ചരടിൽ ഒരു മിന്നൊക്കെ കെട്ടി എൻ്റെ ഭാര്യയായിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, ദേ മനുവേട്ടാ, ആ ഇപ്പം വേണ്ടല്ലേ? ആ എങ്കിൽ വേണ്ട, പിന്നീടാവാന്ന് പറഞ്ഞു. ദേ മനുവേട്ടാ, അത് പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട്, കടപ്പാട്ട് വീട്ട് വരെ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ഇതിനൊക്കെ ആയിരിക്കും വിളിക്കണേന്ന്. അതെ മനുവേട്ടൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. അത് പിന്നെ മനുവേട്ട അവർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കണം. ഒരുപക്ഷെ ഞാൻ വിളിച്ചാലും ചിലപ്പോൾ അവർക്ക് മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നോട് പറയില്ല എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ നിന്നോട് വിളിച്ചു പറയാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ടാണ് മനു കോള് കട്ട് ചെയ്യുന്നത്. അല്ലെ എനിക്ക് സന്തോഷമായി. കാരണം മനുവിനെ ഒന്ന് വിളിച്ചു കഴിയുമ്പോൾ എന്തോ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കടപ്പാട്ടിൻ്റെ വീട്ടിൽ ബബിതയും കൃഷ്ണമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ബബിത ഫോണിലേക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, പക്ഷേ പുതിയ ഫോട്ടോസ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ എനിക്കും വന്നിട്ടില്ല. ഇപ്പോഴെനിക്ക് സമാധാനം അതാ. അപ്പം ചേച്ചിക്ക് വന്നിട്ടില്ലല്ലേ? അലിയന് ചേച്ചി എന്താ ഫോട്ടോസ് ഒന്നും ഇടാത്ത? എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വൈജ ദേഷ്യത്തോടെ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്കൊന്നും പഠിക്കാനില്ലേ? വെറുതെ ഓരോ ലൂസ് ടോക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണോ? അതെ, എപ്പോഴും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങളൊരു കുറച്ച് സമയം ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്താന്ന് പറഞ്ഞു. പിന്നെ 15 മിനിറ്റ് ബ്രേക്ക്? അതെ അമ്മേ, ആർക്കാണെങ്കിലും ഇത്തിരി ക്ഷീണമൊക്കെ തോന്നൂലേ? അപ്പോൾ കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കണമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, പിന്നെ എപ്പോഴും വിശ്രമമാണല്ലോ, വിശ്രമമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുമല്ലേ? വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. ബബിത ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടേ? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കണ്ട് അങ്ങോട്ട് സൂഹിക്കുന്നില്ലേന്ന് ചോദിച്ചു. കൃഷ്ണമോള് പറഞ്ഞു, വേണ്ട ബബിതേച്ചി, ഒരു വഴക്ക് വേണ്ടാന്ന് പറഞ്ഞു. അമ്മ പോയിക്കോ, ഞങ്ങൾ ഇത്തിരി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിരുന്ന് പഠിച്ചോളാന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിഡ് ടേം എക്സാമാ വരുന്നേ, എല്ലാം പഠിച്ചു പാസ്സായിട്ട് ഇരിക്കുന്ന പോലെ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് വരുന്ന 2 ലക്ഷം പഠിക്കാൻ നോക്കാം, പഠിച്ച അവനവനും കൊള്ളാം. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവിടേക്ക് മനു വരുന്നേ. അങ്ങനെ മനുവിൻ്റെ കാറ് കണ്ടപ്പോഴത്തേനും കുട്ടികളിടും മുറ്റത്തേക്ക് ഓടി ഇറങ്ങി ചെന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മനുവേട്ടാന്ന് ബബിത ചോദിച്ചു. സുഖം തന്നെ. അല്ല ഞങ്ങൾ കരുതി ഇങ്ങോട്ടേക്കും വരുമില്ലായിരിക്കുന്നു. അതെന്താ? കാണണ്ടേ, ആള് പോയില്ലേ, ഇവിടെ ഇല്ലല്ലോ. അതെ, ഞാൻ കൃഷ്ണമോളുള്ളതുകൊണ്ട് വന്ന, അല്ലേ അതും വരത്തില്ലായിരുന്നു. ഓഹാ ദുഷ്ട, അപ്പം എന്നെ കാണണ്ടല്ലേ എന്ന് ബബിത ചോദിച്ചു. ചിരിച്ചോണ്ടാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ബബിതയാണെന്ന് പറയണേ. അല്ല അങ്കിളും ആൻറ്റിയും തമ്മിൽ സംസാരമൊക്കെ ഉണ്ടോ? സംസാരമൊക്കെ ഉണ്ടെന്ന് കൃഷ്ണമോള് പറഞ്ഞു. അപ്പോഴേക്കും ഭവതി അടിക്കരി പറഞ്ഞു, അമ്മയൊന്ന് സംസാരിക്കും, അച്ഛനൊന്ന് കൊടുത്താൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അമ്മയുടെ വായിക്കകത്ത് നാക്ക് കാണത്തില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. എങ്കിൽ ശരി, ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്കിളിനെ എനിക്കൊന്ന് കാണണം. അല്ല നമുക്ക് തമ്മിലൊന്ന് ഇരിക്കണ്ടേന്ന് ചോദിച്ചു. ഇപ്പം തൽക്കാലത്തേക്ക് അകത്തേക്ക് അല്ലേ, ചായയും ചിപ്സും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ മനു അകത്തേക്ക് കയറി ചെല്ലുവാണ്. പിന്നീട് മനുഷ്യങ്ങൾ അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ട് ചിന്തിച്ചു, ഇതാരും മനുവോ? നിന്നെ കാണാൻ പോലും ഉണ്ടായിരുന്നല്ലോ. ഞാൻ കരുതി നീ ഇനി ഇങ്ങോട്ടേക്ക് വരത്തേ ഇല്ലായിരിക്കുമെന്ന്. അവള് പോയതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം നിനക്കില്ലല്ലോ. ഇത് കേട്ടതും മനു പറഞ്ഞു, അതെ അത്യാവശ്യമായിട്ട് ആൻറ്റി പോയൊരു ENT ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. എന്തിനാടാ ENT ഡോക്ടറെ കാണുന്നേ? അല്ല ആൻറ്റിയുടെ ഈ നാവിൻ്റെ ചൊറിച്ചിൽ മാറ്റാനായിട്ടെ. അതെ, നിന്റെ അച്ഛൻ ശിവേട്ടൻ നോക്കിയിട്ട് പോലും ഇതിനെക്കൊണ്ട് ഇത് പറ്റിയിട്ടില്ല, എൻ്റെ നാവിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ. പിന്നെയാണോ നീന്ന് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞേ, അവരെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റാത്ത ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എടാ നീ എന്താ എൻ്റെ വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയണം എന്നോട്. ആൻറ്റിയുടെ വീടോ? അതെങ്ങനെ ആൻറ്റിയുടെ വീടാവും? ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നെടുമ്പൊരിക്കൽ ബാലേന്ദ്രൻ്റെ പേരാണ് കിടക്കുന്നത്, അതിനകത്ത് ആൻറ്റിയുടെ പേരൊന്നുമില്ല. അതിന് ഞാൻ അയാളുടെ ഭാര്യ എന്നുള്ള കാര്യം നിനക്കറിയാൻ മേലേ? ഭാര്യയ്ക്ക് അവകാശമില്ലേ? ഭാര്യയോ? അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആൻറ്റിയുടെ ഭാര്യ പതിവ് പോയതാണല്ലോ. ആൻറ്റി തോന്നുമ്പോൾ വരും, തോന്നുമ്പം പോവും. പിന്നെ അങ്കിൾ എങ്ങനെ ആൻറ്റിയെ ഭാര്യയായിട്ട് കരുതൂന്ന് ചോദിച്ചു. ഉത്തരം മുട്ടിപ്പോയി വൈജയന്തിക്ക്. വൈജയന്തി പറഞ്ഞു, എടാ അതൊന്നും നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. അവളെല്ലാത്തിനും കാരണം അലീന എന്ന് പറയുന്നവള്. അലീന കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആൻറ്റി ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാവരും അലീനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്? അല്ലെങ്കിൽ ആൻറ്റിയുടെ അമ്മയും കൂടപ്പുറപ്പുകളും ഒക്കെ ആൻറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാ? അവർക്കൊക്കെ അലീനെ ഇഷ്ടമായതുകൊണ്ട്, അല്ലാതെ വേറെന്തിനാ?
അത് മാത്രമുള്ള ആൻറ്റി കാരണം. ആൻറ്റി വെറുതെ വിഡ്ഢിവേഷം കെട്ടരുത്. ആൻറ്റി എല്ലാവരോടും ഇങ്ങനെ എതിർത്ത് നിൽക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ആൻറ്റി സ്വയം എന്ന് ചിന്തിച്ചു നോക്കണമായിരുന്നു. പക്ഷേ അത് ആൻറ്റി ചിന്തിച്ചിട്ടില്ല. നീ എന്താടാ പറയണത്? അതെ, അവരൊക്കെ ആൻറ്റിയെ എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിലേ ആൻറ്റിയുടെ പാസ്റ്റ് അവർക്ക് അറിയാവുന്നതുകൊണ്ടാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു നിമിഷം വൈജയന്തി എട്ടിപ്പോയി. എന്ത് പാസ്റ്റ്? എനിക്ക് എന്ത് പാസ്റ്റ് ഉണ്ടെന്നാ നീ പറയണേ? എന്താടാ നീ പറഞ്ഞു വരുന്നേ? എനിക്കെന്താ? ഓ, ഒന്നുമില്ലോ അല്ലേ? ആൻറ്റി നിഷ്കളങ്കയാണല്ലോ. മാലാഹ കുട്ടിയെ പോലെ ജനിച്ച് ജീവിച്ച് അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് ഭർത്താവിനെ ദൈവതുല്യനായിട്ട് കണ്ട് രാജാവിനെ പോലെ കരുതി അങ്ങനെ സ്നേഹിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുശങ്കർ കളിയാക്കുവാണ്. എന്താടാ നീ എന്നെ കളിയാക്കണം? എൻ്റെ ആൻറ്റിക്ക് ഇപ്പോഴും അത് മനസ്സിലായില്ലേ? ആൻറ്റി സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കാൻ നോക്ക്. എടാ, ആ ലീന എന്ന് പറയുന്നവള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം എനിക്കൊരു സമാധാനം കിട്ടിയത്. അവളിനി ഈ വീട്ടിലേക്ക് വരായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആൻറ്റി, അത് ആൻറ്റിയുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അവളെ അങ്ങനെ ഒഴിവാക്കാൻ ആൻറ്റിക്ക് പറ്റില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് പോകാനും പോകുന്നില്ല. അവൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. ആൻറ്റിക്ക് അവളുടെ ആവശ്യം വേണ്ടി വരും. എനിക്കോ അവളുടെയോ? ആൻറ്റിക്ക് അറിയില്ലാത്തോണ്ടാ. ആൻറ്റിക്ക് അവളുടെ ആവശ്യം വേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ആൻറ്റി കരുതിയിരുന്നോളാൻ പറഞ്ഞു. നീ എന്താടാ മനു, എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ? അത് ആൻറ്റിക്ക് പതുക്കെ മനസ്സിലാവും. ഇപ്പം ഞാനൊന്ന് അങ്കിളിനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനു അകത്തേക്ക് കയറിപ്പോയി. വൈജയന്തി ഒരു നിമിഷം ആലോചിച്ചു. വൈജയന്തിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നി. അങ്ങനെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് മനു വരുമ്പം ചോദിച്ചു, ആഹാ, ഇതാരും മനുവോ? അല്ല, അങ്കിളിപ്പോൾ എഴുന്നേറ്റുള്ളോ? എടാ, ഉറക്കമൊക്കെ വേണ്ട മനുഷ്യനാണെങ്കിൽ നിനക്ക് ഉറക്കമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. എനിക്ക് ഉറക്കമുണ്ട്. രാത്രി ഒരു 11 മണിക്ക് കിടക്കും, പിന്നെ 3 മണിക്ക് എഴുന്നേക്കും, പിന്നെ 4 തൊട്ട് 7 വരെ എന്നൊക്കെ പറഞ്ഞു. എടാ, അത് നിന്റെ ഈ പ്രായത്തിൻ്റെ. ഞാനങ്ങനെയാണോ? അല്ല, അങ്കിൾ ഈ അങ്കിളിൻ്റെ ചെറിയ പ്രായത്തിൽ അങ്കിൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ആയിരുന്നല്ലോന്നോ? അപ്പോഴെനിക്ക് ജോലി ചെയ്യാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു. അതെ, അങ്കിളിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറഞ്ഞു. എൻ്റെ വിവരമോ? നീ നിൻ്റെ ആൻറ്റിയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതല്ലേ? നീ കൈതയ്ക്കൽ മാളിക വീട്ടിലല്ലേന്ന് ചോദിച്ചു. ദേ അങ്കിളെ, ഇപ്പം അവിടെ ഒരു അടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ അങ്കിളുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വന്നാ, അല്ലാതെ ആൻറ്റിയുടെ അല്ല. ഞാൻ പറഞ്ഞാൽ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. എടാ, ഇപ്പം ആരെ വിശ്വസിക്കണ്ടെന്നും എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതം അങ്ങനെയാന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ഈ ജീവിതം ഞാൻ മടുത്തെന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചാലോന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നേ? കുട്ടികളെ ഒരു കരയ്ക്ക് എത്തിക്കണ്ടേ? ആഗ്രഹമുണ്ട് മനു, പക്ഷെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ദേ, അലീനയ്ക്ക് അവിടെ നല്ല ടെൻഷനുണ്ട്. അങ്കിളിൻ്റെ കാര്യം എപ്പോഴും പറയും. അങ്കിളിന് എങ്ങനെയാ ഓക്കെ ആണെന്നൊക്കെ അറിയാൻ വേണ്ട അവൾ എന്നോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ. അങ്കിളിന് അറിയാലോ, അവിടെ ഒരു പപ്പയെ കിട്ടിയെന്ന് വെച്ചിട്ട് ഇതേ അങ്കിളിനെ അവൾ ആദ്യമായിട്ട് അച്ചാന്ന് വിളിച്ചേ. ആ സ്നേഹം ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം കാര്യങ്ങളൊക്കെ. ചില സമയത്ത് ഞാൻ ശരിക്കും മടുത്തു. നിനക്കറിയാലോ ഇവിടെ ഞാൻ അനുഭവിക്കുന്ന വേദന എന്താന്ന്. എനിക്കറിയാം. ഞാനിപ്പോൾ ഒരു പഴക്ക് കഴിഞ്ഞിട്ട് വന്ന ഈ വീട്ടിലേക്ക് വന്ന് കയറി കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. അത് ഇപ്പോഴാണോ നിനക്ക്? അത് കേട്ടുകഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു, ആൻറ്റിയുടെ സംസാരം കേട്ട് കഴിയുമ്പോഴേ, എടാ, ഇതൊക്കെ കൊണ്ടാ ഞാനും പറഞ്ഞേ. ചില സമയത്ത് എങ്ങോട്ടേലും ദൂരേക്ക് ഓടിപ്പോകാൻ തോന്നുന്നു, ഒരിക്കലും വരാത്ത പോലെ ഒരു പോക്ക്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ബോംബ് പൊട്ടിക്കണം. അതിന് ശേഷം ഒരു പോക്ക് ഞാനും കൂടെ പോകും. അങ്കിൾ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയണേ? അതൊക്കെ ഉണ്ട് മനു, അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കണേന്ന് പറഞ്ഞു. അങ്കിൾ ഇങ്ങനെ ഇതൊന്നും ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ, വെറുതെ എന്തിനാ? എനിക്ക് ഷോപ്പിലേക്ക് പോകണം. ഇനിയിപ്പം സംസാരിച്ചിരിക്കാൻ സമയമില്ല. നീ വരുന്നുണ്ടോ? ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാനും ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം കുളത്തപ്പുഴ വീട്ടിൽ സ്റ്റാലിൽ ആ പട അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവത് കുടിച്ചാൻ വന്നിട്ട് പറഞ്ഞു, എടാ, ഞാനേ പൊന്നൂരി ഒരു വീട്ടു വരെ ഒന്ന് പോകുകയെന്ന് പറഞ്ഞു. എന്താ അപ്പച്ച? റോബിച്ചനൊക്കെ വിളിച്ചോണ്ടിരിക്കുക. കുറച്ച് ദിവസം ആയില്ലേ വന്നിട്ട്, അവിടേക്കൊന്ന് പോകണം. 2 ദിവസം കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ദേ അപ്പച്ചൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ? ആ അലീന ഉണ്ടല്ലോ, അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത്? അനുസരണക്കേട് കാണിക്കരുതെന്ന് അപ്പച്ചൻ പറഞ്ഞ അവൾ അനുസരിക്കും. എന്നെ ഒരു വിലയില്ല അവൾക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരണക്കേട് തന്നെയാണ് കാണിക്കുന്നത്. ഒന്നുമല്ലേലും അവൾ സ്റ്റാലിയുടെ മകളല്ലേന്ന് ചോദിച്ചു. എടാ, അതിന് അവൾ എന്ത് അനുസരണക്കേട് കാണിച്ചെന്നാ? അവള് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ. ന്യായം ഒരു കാര്യം ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവളത് ചെയ്യും. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ലെന്നറിയാലോ. അല്ല, അപ്പച്ചൻ അവളെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ പോകുന്ന പോലും അവിടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാ. അവിടെ ചെന്നിട്ട് എല്ലാവരോടും ഒന്ന് പറയണം. അതിനൊക്കെ ശേഷം അവളെ കൊണ്ടുപോവാ, പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ പോകുന്നതിന് മുമ്പ് അവളെ നന്നായിട്ടൊന്ന് ഉപദേശിച്ചേക്കണം. എടാ, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളിനി ഒരു പ്രശ്നത്തിനും പോകത്തില്ല. ദേ, അവൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, എനിക്കും വെറുതെ പണിയാവുമെന്ന് പറഞ്ഞു. എടാ, അവള് വെറും ഒരു പെണ്ണല്ലെന്നുള്ള കാര്യം അറിയാലോ.
കൊട്ടാര മരത്തിൽ സ്റ്റാൻലിയുടെ മകളാ അവള്. അപ്പം അവൾ അങ്ങനെയല്ലേ നിൽക്കത്തുള്ളൂ. നിനക്കറിയാലോ അവള് ഒരു പുലിയാന്ന് പറഞ്ഞു. നീ ഉദ്ദേശിക്കുന്ന പോലൊന്നല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, എന്താണെങ്കിലും ശരി അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. എടാ നീ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നല്ല, അവളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ. എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ചേർത്തില്ല എന്നുള്ള കാര്യം. ഇങ്ങനെ പോയിട്ടുണ്ട് എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒടുവിൽ അവതക്കുടിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അലീന അങ്ങോട്ട് വന്നു. യാത്ര പറയുന്ന സമയത്ത് അലീനയോട് അവതക്കുടിച്ചാൻ പറഞ്ഞു, മോളെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ. എന്തിനാ വെല്ലുപ്പിച്ച് ഇപ്പം അത്യാവശ്യമായിട്ട് പോണം. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാവരും ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ വിവരങ്ങളെക്കുറിച്ച് അറിയാനായിട്ട്. എൻ്റെ വിവരം? അതേന്നേ, നീ എങ്ങനെയുള്ളവളാണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓ അങ്ങനെ, അതിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന. ഇനി ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അല്ല നീ എങ്ങനെയുള്ള പെൺകുട്ടിയാന്ന് പറയണം. ഒരു വടേഷിയാന്ന് പറയട്ടെ. വെല്ലുപ്പച്ചൻ അങ്ങനെ അങ്ങ് തട്ടി വിട്ടാളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അത് കുടിച്ചാൻ പറഞ്ഞു, അതെ ഞാൻ പോയിട്ട് വരുന്നിടം വരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ല വെല്ലുപ്പച്ചൻ, ഞാൻ ചില സമരമുറകളൊക്കെ എടുക്കും. എന്താ നീ ഇവിടെ കൊടിയും പിടിച്ചിരിക്കാൻ പോകണം? കൊടി പിടിച്ചിരിക്കുന്നില്ല, വേറെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അതൊക്കെ ഉണ്ട്. വെല്ലുപ്പച്ചൻ പോയിട്ട് വാ. അപ്പോഴേക്കും അത് കുടിച്ചാൻ പറഞ്ഞു, എനിക്ക് പോയിട്ട് വേണം ഇന്ന് തന്നെ വരാവുന്നുള്ളൂ. ഈ പുനലൂർ എന്ന് പറഞ്ഞാൽ അത്ര ദൂരെയുള്ള സ്ഥലമൊന്നും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ വെല്ലുപ്പിച്ച് പോകേണ്ട കാര്യമുണ്ടോ? പോണം മോളെ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കുടിച്ചാൻ കാറിലേക്ക് കയറണം. അല്ലെങ്കിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അത് കുടിച്ചാൻ പോകുന്ന കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.